സെൽമോ ആ കുറച്ച് തണുത്തുള്ള എടുത്തേ. അത് വരുന്ന ഒരു 100 കൂട്ടം പതിൻ്റെ ഇടയിൽ അങ്ങോട്ട് തണുത്ത വെള്ളം. തണുത്തുള്ളല്ലേ ചോദിച്ചിട്ടുള്ളൂ. മതിയാ ഷാജിക്ക. ഞാന് പെങ്ങളുടെ കല്യാണാണ്. ഞാൻ കത്ത് ഇതിൽ അയക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജവാളിൽ വെച്ചിട്ടാണ് കല്യാണം. നിക്കാഹ് 11 മണിക്കാണ്. അപ്പൊ എന്തായാലും വരിക. ഈ വരുമ്പോൾ എന്റെ തള്ളനെ വീട്ടിൽ വരാൻ നിൽക്കണ്ട. അതേ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഈ ഒറ്റയ്ക്ക് വന്നാ മതി. ആ തള്ളനെ പിടിച്ചു വരാൻ നിൽക്കണ്ടേ. ഒന്നും പറയുന്നില്ല. തിരക്കായി പോയി. എന്തായാലും കല്യാണത്തിന് വാ. എവിടെ നോക്കിയാലും തള്ളയും മോനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണാവുന്ന എനിക്ക് കെട്ടാൻ തോന്നി. എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എടി പുറത്തിറങ്ങി നടക്കാൻ വയ്യ. എന്താ പറയാ, ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ റീൽ ഇട്ടില്ലേ, അതിന്റെ നീ കണ്ടില്ലേ എന്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ? ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ ഇതിന് നിന്നത് നിങ്ങള്? ഇങ്ങോട്ടിപ്പോ നോസ്റ്റ് ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞ എന്താ? പക്ഷെ നാട്ടുകാർ ഇങ്ങനൊന്നും പറയുന്നത് ഞാൻ വിചാരിച്ചില്ലേ. എന്താ എവിടെ പോയാലും ഉമ്മയും മോനും. എന്താ ഏജ് കൂടിയ മാപ്പിള മരിച്ചൊരു പെണ്ണ് വേറെ കല്യാണം പറ്റൂലേ? അതല്ലല്ലോ കാരണം. എല്ലാരും കളിയൊക്കെയാണ്. ഒരാളുടെ മുമ്പിൽ എന്താ പറയാ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. ക്ലബ്ബ് പോയപ്പോ കഴിഞ്ഞ ദിവസം അവിടെ എല്ലാവർക്കും ഒരുമാതിരി കളിയാക്കല് സ്വഭാവം മൊത്തത്തില്. എന്നിട്ട് ഇനിയിപ്പൊ ഞാൻ എന്താ വേണ്ടേ ഒന്ന് പറയോ? എന്റെ എനിക്കറിയില്ല. വയറ്റുള്ളിന് 4-5 മാസായി. ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാനൊരു 100 വട്ടം പറഞ്ഞല്ലേ ഇതിലൊന്നും നിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടെന്ന് വീട്ടിൽ ജീവിക്കില്ലായിരുന്ന അന്നേരത്ത് ഞാൻ ഒളിച്ചോടി പോയി വന്നതൊന്നും അല്ല കേട്ടാ. നിങ്ങളായിട്ട് എന്നെ വന്ന് കെട്ടിയതാണ്. ഞാൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പുറത്തുള്ള ആൾക്കാരെന്നോട് പെരുമാറുന്ന രീതി, ആ കമന്റുകളൊക്കെ നോക്ക്. ആ റീലിന്റെ ബാക്കിലുള്ളത് ഇമ്മി മോന് എന്തൊക്കെയാണ് പറയുന്നത്. കൊറേ തോന്നിയാസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടുത്തണ്. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരു ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല. ഇതാരാടാ എന്റെ അമ്മയാണോ ഒരുത്തെ? പുറത്തുള്ളവർ എന്താന്ന് വെച്ചാ പറഞ്ഞോട്ടെ, പക്ഷെ അതൊക്കെ മനസ്സിലാവും. പ്രത്യേകിച്ച് നിങ്ങൾ പറയണ്ട. നിങ്ങളിത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ വലിയ വേദനയാ. എടി എനിക്ക് എന്നോടൊന്നും ഇല്ല. ഇനി മുതൽ ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ വരൂല. ഒരു ഫോട്ടോക്ക് പോലും ഞാൻ പോസ്റ്റ് ചെയ്യൂല. എന്താ ചെയ്യണ്ടെന്ന് പോലെ അറിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ കളിയാക്കുന്ന ആൾക്കാരെ കണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടവും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രട്ടാ, ഇല്ലെങ്കിൽ വേണ്ട. എന്നെ വിട്ടേക്ക്, ഞാൻ പൊയ്ക്കോളാം. നിങ്ങളൊരു കുട്ടിനൊക്കെ തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഞാൻ സമാധാനായിട്ടും സന്തോഷമായിട്ടും എന്റെ പെരയിൽ കഴിഞ്ഞോളാം. ഒരിക്കൽ പോലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. ഞാൻ പറയട്ടെ, നമുക്ക് ഉണ്ടാക്കും. സോഷ്യൽ മീഡിയയിൽ തന്നെ കുറെ പോസ്റ്റുകൾ ഇഞ്ഞോടണം. നാട്ടുകാർക്ക് എന്താ കേട്, വീട്ടുകാർക്ക് എന്താ കേട്? അൽഹംദുലില്ലാ സമാധാനായിട്ടല്ലേ നിങ്ങൾ എന്റെ കൂടെ ജീവിക്കണത്? എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫോട്ടോസും കാര്യങ്ങളും അത് ഇടണം. അത് ഇട്ടിട്ട് നാട്ടുകാരെ അവർക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോട്ടെ. കുറെ പറയുമ്പോഴാണ് നടത്തിക്കോളൂ. കാരണം ഉമ്മാക്കൊക്കെ എന്താ പറയാ, നമ്മളെ കല്യാണത്തിന്റെ കാര്യത്തില് വലിയ വിഷമത്തിൽ തന്നെയാണ് ഉമ്മ എപ്പോഴും. കാരണം ഉമ്മയും പെങ്ങന്മാരും അതും പറഞ്ഞിട്ട് തന്നെയാണ് എപ്പോഴും കരച്ചിലും വീഴ്ചിലും. അവർക്ക് എന്തോ 10 വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെ കിട്ടി. സത്യം പറയല്ല, ഞാൻ എന്റെ കൂടെ ഹാപ്പിയാണ്. പക്ഷെ നാട്ടുകാർ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എല്ലാരും കളിയാക്കല് സഹിക്കാൻ പറ്റണില്ല. സൽമ, ഞാൻ എന്താ വേണ്ടത്? ഞാൻ പോണോ? ഞാൻ എന്താ ചെയ്യണ്ടേ അതും പറ. പെട്ടുപോയി. കഷ്ടം. ഒന്നുമില്ല. ഇല്ല അറിയാതെ പറഞ്ഞു ഏതാ. 2 കൊല്ലാവുമ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടുപോയില്ലേ? ശരിക്കും ജീവിതകാലം മുഴുവനും നോക്കിക്കോളാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോ പെട്ടുപോയി. ഞാൻ എന്റെ പക്വത ഇല്ലാത്ത സമയത്ത് എടുത്ത് ചാടിയൊരു ഇതാണ്. പക്ഷെ അനക്കെങ്കിലും കുറച്ച് അതിന് അനുസരിച്ച്
നോക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ വരൂലേനി. കാരണം ഞാൻ ചെറുപ്പക്കാരനായിരുന്നല്ലേ, നമ്മള് ആ പ്രായത്തിന്റെ ഒരു ഇതിൽ അറിയാതെ എടുത്ത് ചാടിപ്പോയതാണ്. ആരും പറയണതും കേട്ടില്ല. ഇപ്പോഴാണ് അതിന്റെ വിഷമം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോ നിങ്ങളിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും ഇല്ലാതിരുന്ന കാലത്ത് നിങ്ങൾ ഓരോന്ന് ചെയ്തു കൂട്ടി. പക്വതുള്ള ഞാൻ ചെയ്തില്ല അല്ലേ? കുഴപ്പമില്ല. ഞാന് ഞാനൊരു മാപ്പിള മരിച്ച പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് എന്റെ കുടുംബത്തിൽ തന്നെ ഇരിക്കണായിരുന്നു. അതിന്റെ അടുത്ത് വലിയ തെറ്റാ പറ്റിയത്. അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. വേണ്ട, നിങ്ങൾ എന്താ പറഞ്ഞു? നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ പോയിക്കോളാം. നോക്ക്, ഞാൻ അങ്ങനെ മതി. പറഞ്ഞില്ല.